നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജനുവരി 14 ഉച്ചയ്ക്ക് ശേഷം 3:08 PM സൂര്യൻ രാശി മാറുന്നു. ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടമുള്ള 3 രാശിക്കാരെക്കുറിച്ചാണ് ഇതിൽ ഞങ്ങൾ പറയുന്നത്. സൂര്യൻ ഏകദേശം ഫെബ്രുവരി 12 വരെ മകരരാശിയിൽ തുടരും. അപ്പോൾ കൂടുതൽ അനുഗ്രഹം കിട്ടുന്ന, പരമാവധി നേട്ടങ്ങൾ ഉണ്ടാകുന്ന 3 രാശിക്കാരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ പ്രധാനമായിട്ടും 4 രാശിക്കാർക്കാണ് ഡയറക്റ്റായിട്ട് അനുഗ്രഹങ്ങൾ കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടുന്നത്. അതിൽ തന്നെ 3 രാശിക്കാരെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. കാരണം സൂര്യൻ മാത്രം അനുകൂലമായിട്ട് കാര്യമില്ല, മറ്റ് ഗ്രഹങ്ങളുമൊക്കെ അനുകൂലമായിട്ട് ഇരിക്കണം. അങ്ങനെയുള്ള 3 രാശിക്കാരെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. അപ്പോൾ അത് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നതിന് പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ, ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ഹൈപ്പും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ദയവേത് ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9842291363. അപ്പോൾ സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ, അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്? പ്രധാനമായിട്ടും തൊഴിൽപരമായിട്ടുള്ള നേട്ടം. പുതുതായിട്ട് തൊഴിൽ തേടുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത, അതുപോലെ തന്നെ തൊഴിലുള്ളവർക്ക് തന്നെ തൊഴിൽപരമായിട്ട് ഉയർച്ച. ഇപ്പോൾ വ്യാപാരികൾക്കാണെങ്കിൽ കൂടുതൽ ടേൺ ഓവർ വരും, ലാഭം കൂടും, വരുമാനം കൂടും. അതുകൂടാതെ തൊഴിൽപരമായിട്ട് ഉണ്ടായിരുന്നേക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെടും. പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷനുള്ള സാധ്യത, ശമ്പള വർധനവിനുള്ള സാധ്യത, അതുപോലെ കിട്ടാനുണ്ടായിരുന്ന തൊഴിൽപരമായിട്ട് കിട്ടാനുണ്ടായിരുന്ന ആനുകൂല്യങ്ങളൊക്കെ തടസ്സപ്പെട്ടിരുന്നത് തടസ്സം മാറി അവർക്കത് ലഭിക്കും. അതുകൂടാതെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം, അതുപോലെ തൊഴിൽ രംഗത്തുണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ നീങ്ങും. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം മാത്രമല്ല, കൂടുതൽ മെച്ചപ്പെട്ട ഒരു തൊഴിൽ തേടുന്നവർക്ക് അതും ലഭിക്കും. പിന്നെ പിതൃഗുണം, അതായത് പിതാവുമായിട്ട് ബന്ധപ്പെട്ട അനുഗ്രഹങ്ങൾ, പിതൃസ്വത്ത് കിട്ടാം. അതുപോലെ പിതൃസ്വത്ത് നേരത്തെ കിട്ടിയവർക്ക് അതിൽ നിന്ന് വരുമാനം കൂടും. അതുപോലെ തന്നെ പിതാവിൽ നിന്ന് നേരിട്ട് അനുഗ്രഹങ്ങൾ കിട്ടും. അതുകൂടാതെ നിങ്ങളുടെ പിതാവിനും പിതൃതുല്യരായവർക്കും, ഗുരുതുല്യരായവർക്കും, മാതൃതുല്യരായവർക്കുമൊക്കെ അസുഖങ്ങൾ ഭേദമാവും, ചിലത് പൂർണ്ണമായിട്ടും മാറും. അതുപോലെ തന്നെ സന്താന ഗുണം എന്ന് പറയുമ്പോൾ മക്കൾക്ക് ഐശ്വര്യം ഉണ്ടാവും. അതായത് ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് നേട്ടങ്ങൾ, അംഗീകാരങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ മുതിർന്ന
മക്കളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള എല്ലാവിധത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ മക്കൾക്ക് വിവാഹപ്രായമെത്തിയവർ വല്ലവരും ഉണ്ടെങ്കിൽ അവർക്ക് വിവാഹം നടക്കാനുള്ള സാഹചര്യം ഒരുങ്ങി വരും. അങ്ങനെ പ്രധാനമായിട്ടും സൂര്യൻ അനുഗ്രഹിക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ മേഖലയിലാണ് കൂടുതൽ അനുഗ്രഹം കിട്ടുക. പിന്നെ തീർച്ചയായിട്ടും ധനവരവ് പൊതുവെ കൂടിയിരിക്കും. അപ്പോൾ ഞങ്ങൾ ആദ്യം പറയുന്ന രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം. ചിങ്ങം രാശിക്ക് 6ാം ഭാവത്തിലാണ് സൂര്യൻ വരുന്നത്. സൂര്യൻ മാത്രമല്ല, ബുധനും ചൊവ്വയും ഒക്കെ 6ാം ഭാവത്തിൽ വരുന്നു. അപ്പോൾ ശത്രുക്കൾ, എല്ലാവിധ രംഗങ്ങളിലുമുള്ള ശത്രുക്കൾ പരാജയപ്പെടും, ശത്രുവിൽ വിജയം. പിന്നെ സാമ്പത്തികമായിട്ടുള്ള കടങ്ങളൊക്കെ കുറയും, രോഗങ്ങൾ കുറയും, പിന്നെ വാഹന ലാഭം ഒക്കെ പ്രതീക്ഷിക്കാം. അത് ചിങ്ങൻ രാശിക്കാർക്ക് മാത്രമായിട്ടുള്ള നേട്ടമാണ്. ചിങ്ങൻ രാശിക്ക് ശനി, സർപ്പം, ശിഖി ഇവയാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഈ കാലയളവിൽ. ഈ മകരമാസം മുഴുവൻ ഈ അനുഭവം ഉണ്ടാവും. അതായത് ജനുവരി 14 തൊട്ട് ഫെബ്രുവരി 12 വരെ. ഓക്കെ. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം. മേടം രാശിക്ക് കർമ്മഭാവത്തിലാണ് സൂര്യൻ വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഗുണങ്ങൾക്ക് പുറമേ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, അത് തന്നെ തൊഴിൽ രംഗത്ത് അല്പം തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. സൂര്യൻ മാത്രമല്ല, ബുധനും ചൊവ്വയും ഒക്കെ 10ാം ഭാവത്തിൽ, കർമ്മഭാവത്തിൽ വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമേ ഇവർക്ക് മേടം രാശിക്കാർക്ക് മാത്രമായിട്ട് കർമ്മഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതിനാൽ തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും തൊഴിൽ രംഗത്തുണ്ടാവുക. അതിൽ നിന്ന് തീർച്ചയായിട്ടും നേട്ടങ്ങൾ തന്നെ ഉണ്ടാവും. തിരക്ക് കൂടുമെങ്കിലും ഗുണഫലങ്ങൾ ഏറിയിരിക്കും മേടം രാശിക്കാർക്ക് ഈ മകരമാസം മുഴുവൻ. ഓക്കെ. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ഈ സൂര്യൻ. കൂടാതെ ബുധൻ, ശുക്രൻ, ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ സൗഭാഗ്യങ്ങൾക്ക് പുറമെ സർവവിധ സൗഭാഗ്യം, അതാണ് ഈ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത്. സൂര്യൻ മാത്രമല്ല, ഇവിടെ ബുധനും ശുക്രനും ചൊവ്വയൊക്കെ ഈ കാലയളവിൽ, അതായത് ജനുവരി 14 തൊട്ട് ഫെബ്രുവരി 12 വരെയുള്ള ആ കാലഘട്ടത്തിൽ അനുകൂലമായിട്ട് വരുന്നത്. ഇവർക്ക് ശുക്രൻ 12ാം ഭാവത്തിലേക്ക് മാറും ഫെബ്രുവരി 5-ാം തീയതി. ബുധൻ പക്ഷേ പ്രതികൂലമായിട്ട് മാറും ഫെബ്രുവരി 3 തൊട്ട്. എങ്കിലും പൊതുവെ ഇവർക്ക് ജനുവരി 14 തൊട്ട് ഫെബ്രുവരി 12 വരെ പൊതുവെ എല്ലാം കൊണ്ടും ഐശ്വര്യം വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. അതായത് മകരമാസം മുഴുവൻ ഇവർക്ക് നേട്ടമായിരിക്കും. ഓക്കെ. അപ്പോൾ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.